ഇബിലീസ് മനുഷ്യനെ സമീപിക്കാറുള്ളത് മുഴുവനും അവനെ വഴിപിഴപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ രണ്ട് ഘട്ടങ്ങളിൽ മനുഷ്യന് നന്മ പറഞ്ഞു കൊടുക്കാൻ ഇബിലീസ് സമീപിച്ച ചരിത്രമുണ്ട്. ആ അപൂർവവും കൗതുകകരവുമായ കഥ കേൾക്കാം. ഒരിക്കൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സക്കാത്തിന്റെ സമ്പത്ത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കുന്നുണ്ട്. അബൂ ഹുറൈറ തങ്ങൾ സക്കാത്തിന്റെ ഈത്തപ്പഴങ്ങൾ മുഴുവനും വീട്ടിൽ കൊണ്ടുപോയി കൂമ്പാരമാക്കി സൂക്ഷിച്ചു വെച്ചു. അങ്ങനെ അന്ന് രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ അവിടെ ഈത്തപ്പഴം വെച്ച സ്ഥലത്ത് നിന്ന് എന്തോ ശബ്ദം കേൾക്കുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റ് അവിടെ ചെന്ന് നോക്കുന്നുണ്ട്. ആ സമയത്ത് ഒരു കള്ളൻ ഈത്തപ്പഴങ്ങൾ മോഷ്ടിക്കാൻ വന്നിരിക്കുകയാണ്. തൻ്റെ സക്കാത്തിന്റെ ഈത്തപ്പഴങ്ങൾ മുഴുവനും വാരി ചാക്കിലാക്കുന്ന തിരക്കിലാണ് കള്ളൻ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കള്ളനെ കയ്യോടെ പിടികൂടുന്നുണ്ട്. എന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിന്നെ നേരം വെളുത്താൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ഞാൻ കൊണ്ടുപോകുന്നു. ഇത് കേട്ട് അയാൾ വല്ലാതെ പേടിച്ചുപോയി. കള്ളൻ പറഞ്ഞു, ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ വിടണം. ഒരു ഗതിയും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ മോഷ്ടിക്കാൻ ഇറങ്ങിയിട്ടുള്ളത്. എനിക്ക് ചെറിയ കുട്ടികളുണ്ട്, അവർക്ക് ഭക്ഷണം കൊടുക്കാൻ ഒന്നുമില്ലാത്തത് കൊണ്ടാണ് എന്നെ ഇവിടെ എത്തിച്ചത് എന്നൊക്കെ പറഞ്ഞപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സലിയുകയും കള്ളനെ വിട്ടയക്കുകയും ചെയ്യുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ പ്രവാചകരുടെ അടുത്തെത്തിയപ്പോൾ തങ്ങൾ ചോദിച്ചു, അല്ല അബൂ ഹുറൈറ, നിന്റെ വീട്ടിൽ ഇന്നലെ വന്ന കള്ളനെ നീ എന്ത് ചെയ്തു? അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞു, പ്രവാചകരെ, അദ്ദേഹത്തിൻ്റെ ദയോടെയുള്ള സംസാരം കേട്ടപ്പോൾ ഞാൻ അയാളെ വിട്ടയച്ചു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഹുറൈറ തങ്ങളോട് പറഞ്ഞു, അയാൾ കള്ളം പറഞ്ഞതാണ്, ഇന്ന് രാത്രിയും അയാൾ വരുമെന്ന്. പറഞ്ഞതുപോലെ പിറ്റേന്ന് രാത്രിയും പതിവ് പോലെ സമയമായപ്പോൾ കള്ളൻ എത്തിയിരിക്കുന്നു. വീട്ടിലെ ഈത്തപ്പഴങ്ങൾ വാരി ചാക്കിലാക്കുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് ക്ഷമ നഷ്ടപ്പെട്ടു. ഓടിച്ചെന്ന് വീണ്ടും കള്ളനെ കയ്യോടെ പിടികൂടി. ആ സമയത്തും കള്ളൻ തൻ്റെ പതിവ് വിദ്യ എടുത്തു. ഞാനൊരു പാവമാണ്, എനിക്ക് വിശപ്പ് കൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് വീണ്ടും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സലിയുന്നുണ്ട്. കള്ളനെ വിട്ടയക്കുന്നു. മൂന്നാമത്തെ ദിവസവും കള്ളൻ വീട്ടിൽ പതിവ് പോലെ എത്തിയിരിക്കുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വീണ്ടും പിടികൂടി. ഇന്ന് യാതൊരുവിധ ഇളവുമില്ലെന്ന് ഉറക്കെ പറയുകയും നാളെ രാവിലെ പ്രവാചകരുടെ സവിധത്തിലേക്ക് നിന്നെ കൊണ്ടുപോകുമെന്ന് ശപഥം ചെയ്യുകയും ചെയ്യുന്നു. ആ സമയത്ത് കള്ളൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ വിടണം. നിങ്ങൾ എന്നെ വിടുകയാണെങ്കിൽ ഇനി നിങ്ങളുടെ സമ്പത്തുകൾ ആരും കൊള്ളയടിക്കാതിരിക്കാനുള്ള ഒരു മന്ത്രം ഞാൻ പറഞ്ഞു തരാമെന്ന്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് ഏറെ കൗതുകം തോന്നി. അറിവ് ലഭിക്കുന്നതിന് ഏറെ ആശിക്കുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നാൽ അദ്ദേഹത്തോട് അറിവ് പറഞ്ഞു തന്നാൽ വിട്ടയക്കാമെന്ന് സമ്മതിക്കുകയാണ്. ആ സമയത്ത് കള്ളൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, രാത്രിയിൽ നിങ്ങൾ കിടക്കാൻ സമയത്ത് ആയത്തുൽ കുർസി ഓതിയിട്ട് ഉറങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ സമ്പത്തിന് കാവലായിട്ട് അല്ലാഹു തആല ഒരു മലക്കിനെ നിശ്ചയിക്കുമെന്ന്. പറഞ്ഞത് പ്രകാരം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കള്ളനെ വിട്ടയച്ചു. പിറ്റേന്ന് രാവിലെ ഏറെ കൗതുകത്തോടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിലേക്ക് ചെല്ലുന്നുണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. നടന്ന സംഭവങ്ങൾ പ്രവാചകരോട് വിശദീകരിച്ചപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഹുറൈറയോട് പറയുന്നുണ്ട്, പറഞ്ഞത് കള്ളനാണെങ്കിലും അയാൾ പറഞ്ഞത് സത്യമാണെന്ന്. രാത്രിയിൽ ആയത്തുൽ കുർസി ഓതി കിടന്നാൽ നമ്മുടെ സമ്പത്തിനും ശരീരത്തിനൊക്കെ കാവലുണ്ടാകുമെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഹുറൈറയോട് പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രവാചകർ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അല്ല അബൂ ഹുറൈറ, കഴിഞ്ഞ 3 ദിവസങ്ങളിൽ നിന്റെ വീട്ടിലേക്ക് മോഷ്ടിക്കാൻ കയറിയ കള്ളൻ ആരാണെന്ന് അറിയുമോ നിനക്ക്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എനിക്കറിയില്ല പ്രവാചകരെ എന്ന് മറുപടി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു കൊടുത്തു, 3 ദിവസവും നിന്റെ വീട്ടിലേക്ക് മോഷ്ടിക്കാൻ വന്നത് ഇബ്ലീസ് ആയിരുന്നെന്ന്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഏറെ അത്ഭുതത്തോടെ ഇങ്ങനെ പരസ്പരം സ്വഹാബത്തിനെ നോക്കുന്നുണ്ട്. മറ്റൊരു സംഭവം പറയുന്നത് മഹാനായ ബിസ്താമി റളിയല്ലാഹു അൻഹു, അദ്ദേഹം രാത്രിയിൽ ഉറങ്ങാനൊരല്പം വൈകുന്നുണ്ട്. ക്ഷീണമേറെ പിടിപെട്ടതുകൊണ്ട് സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നത് അദ്ദേഹം അറിഞ്ഞില്ല. അങ്ങനെ വീട്ടിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ ആരോ വന്നിട്ട് മഹാനവറുകളെ വിളിച്ചുണർത്തുകയാണ്. എന്നിട്ട് നിങ്ങൾക്ക് സുബഹി നിസ്കരിക്കൊന്നും വേണ്ടേ എന്ന് അയാൾ ചോദിക്കുന്നുണ്ട്. മഹാനവറുകൾ അത്ഭുതത്തോടെ തന്നെ സുബഹി നിസ്കാരത്തിന് വിളിച്ചുണർത്തിയത് ആരാണെന്ന് സൂക്ഷിച്ചു നോക്കുന്നുണ്ട്.
മഹാനവറുകൾക്ക് പെട്ടെന്ന് പിടികിട്ടി അത് ഷെയ്ത്താനാണെന്ന്. അത്ഭുതത്തോടെ ഇബ്ലീസിന്റെ മുഖത്ത് നോക്കി ചോദിക്കുന്നുണ്ട്, നീ ആ ശപിക്കപ്പെട്ടവനല്ലേ എന്ന്. ഇബ്ലീസ് പറഞ്ഞു, അതെ, ഞാൻ ശപിക്കപ്പെട്ടവനാണ്. പിന്നെ എന്തുകൊണ്ടാണ് സുബഹി നിസ്കാരത്തിന് വേണ്ടി എന്നെ വിളിച്ചുണർത്തിയത്? ആ സമയത്ത് ഇബ്ലീസ് പറഞ്ഞത്, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ക്ഷീണം കാരണം നിങ്ങൾക്കൊരു സുബഹി നിസ്കാരം നഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ അന്ന് രാവിലെ എഴുന്നേറ്റ് ഖലാ വീട്ടിയ ശേഷം നിങ്ങൾ റബ്ബിനോട് കരഞ്ഞുകൊണ്ട് നടത്തിയ ഒരു പശ്ചാത്താപമുണ്ട്. അത് അള്ളാഹ്ക്ക് ഏറെ ഇഷ്ടപ്പെടുകയും അവൻ നിങ്ങൾക്ക് 100 സുബഹി നിസ്കാരത്തിന്റെ പ്രതിഫലം തരികയും ചെയ്തത് എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. ഇന്നും പതിവ് പോലെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട നിസ്കാരത്തിന്റെ പശ്ചാത്താപം കൊണ്ട് നിങ്ങൾക്ക് 100 സുബഹി നിസ്കാരത്തിന്റെ പ്രതിഫലം അള്ളാഹു നൽകുമോ എന്ന് ഞാൻ പേടിച്ചുകൊണ്ട് അവളെ വിളിച്ചുണർത്തിയതാണെന്ന്. അതുകൊണ്ട് ഓർക്കുക, കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചുകൊണ്ട് നമ്മൾ വഴിപിഴപ്പിക്കാൻ നമ്മുടെ കൂടെ തന്നെ പിശാച്ചുണ്ട് എന്ന കാര്യം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവുക. വല്ല സാഹചര്യങ്ങൾ കാരണം എന്തെങ്കിലും തെറ്റുകൾ വന്നുപോയാൽ ആത്മാർത്ഥമായി തൗബ ചെയ്തുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് തെറ്റുകൾ എടുത്തു പറഞ്ഞ് പൊരുത്തപ്പെടിക്കാനുള്ള സമയം നമ്മൾ കണ്ടെത്തുക.